പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സർവതോമുഖമായ ക്ഷേമവും ഐശ്വര്യവും സ്വയം പര്യാപ്തതയും ഭദ്രമായ നിലനിൽപ്പും ലക്ഷ്യമാക്കി ഇസ്ലാം അനുശാസിച്ച സക്കാത്ത് സംവിധാനം നാടെങ്ങും അഭിനന്ദനീയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമോഫോബി ഈ കഷ്ടകാലത്ത് ഇസ്ലാമിൻ്റെ നന്മകൾ മനസ്സിലാക്കാൻ ഈ പദ്ധതികൾ മൂലം ജനങ്ങൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരം പദ്ധതികളെയും സംവിധാനങ്ങളെയും സംരംഭങ്ങളെയും പുരോഹിതന്മാരും അരയും തലയും മുറുക്കി പ്രഭാഷണ വേദികളും സാമൂഹിക പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തി പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തുന്നത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അട്ടിമറിയാണ് യഥാർത്ഥത്തിൽ ഇവർ ദീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവും അവന്റെ റസൂലും വളരെ കൃത്യമായ രൂപത്തിൽ ഖുർആനിലും സുന്നത്തിലും അനുശാസിച്ച കാര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ സുതാര്യമായി ജനങ്ങൾക്കെല്ലാം മാതൃകയാകുന്ന രൂപത്തിൽ നടത്തുവാൻ അനുശാസിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. പക്ഷേ അവയെല്ലാം നേരെ തലതിരിച്ച് ദീനിൽ അട്ടിമറി നടത്തി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ജനങ്ങളുടെ മുമ്പിൽ വികൃതമാക്കി അവതരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ഫിത്നകളുമാണ് ഇത്തരം ആളുകളും സംഘടനകളും പത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളൊരു നിമിഷം ഓർക്കൂ. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. നാം ഒറ്റയ്ക്ക് ചെല്ലേണ്ട കാര്യമാണ് ദിക്ർ. ആത്മാർത്ഥമായി അള്ളാഹുവിനെ മുമ്പിൽ കണ്ട് ആത്മീയമായ ഉത്കർഷം ലക്ഷ്യം വെച്ച് മനസാന്നിധ്യത്തോടുകൂടി ഓരോ വ്യക്തിയും നടത്തേണ്ട കാര്യമാണ് ദിക്ർ. ഇത് സാമൂഹ്യമായി ഹൽക്കകൾ സംഘടിപ്പിച്ച് ആടിയും പാടിയും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വിരോധാഭാസമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സാമൂഹികമായി സംഭരിച്ചും സാമൂഹികമായി തന്നെ വിതരണം ചെയ്തും നൽകേണ്ട സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ അതിപ്രധാനമായ സാമ്പത്തിക സംവിധാനം ഒരു കണക്കും വ്യവസ്ഥയുമില്ലാതെ ചക്കാത്തി എന്ന രൂപത്തിൽ പണക്കാർ പാവപ്പെട്ടവർക്ക് നൽകുന്ന ഔദാര്യമായി ഒറ്റക്ക് കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് നാം ചവിട്ടിത്താഴ്ത്തി. പെരുന്നാളിന് മൈതാനത്ത് നമസ്കരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ടാക്കിയത്. ആ മൈതാനത്ത് നമസ്കരിക്കാതെ പള്ളിയിൽ കൊണ്ടുപോയി ജനങ്ങളെ നമസ്കരിപ്പിക്കുന്ന ഒരു പുതിയ രീതി ചില ആളുകൾ ഉണ്ടാക്കി തീർത്തു. റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്ന് അള്ളാഹുവിങ്കലേക്ക് മാനസികമായി തീർത്ഥയാത്ര നടത്തേണ്ട സത്യവിശ്വാസികളെ മുഴുവൻ മൈതാനങ്ങളിലേക്കും സലാത്ത് നഗറിലേക്കും നയിച്ച് ചൂഷണം ചെയ്യുന്ന സമ്പ്രദായങ്ങൾ നിങ്ങളും ഞാനും ദിനേന എന്നോളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഇത് ആവർത്തിക്കും. അതുമൂലം കിട്ടുന്ന കോടിക്കണക്കായ വരുമാനമാണ് ഒരു വ്യക്തിയുടെ എഴുത്തിക്കാഫിന്റെ പ്രതിഫലത്തെക്കാൾ
ആത്മശുദ്ധീകരണമായ പ്രവർത്തനങ്ങളെക്കാൾ ഇവർക്കെല്ലാം വിലപ്പെട്ടത് എന്ന് സാമ്പത്തിക ചിന്തയോടുകൂടിയാണ് ഇവയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് പള്ളികൾ ഹറാമാക്കി. എന്നിട്ടെന്താണ് ഹലാലാക്കിയത്? സകല മഖാമുകളിലേക്കും പോകാം അവർക്ക്, സകല ചന്ദനക്കുടങ്ങളിലും അവർക്ക് പങ്കെടുക്കാം, സകല ഉറൂസുകളിലും അവർക്ക് നിർബാധം പോകാം, ഏത് പാതിരാത്രികളിലും ഒരു ഫിത്നയുടെയും ഭയമില്ലാതെ കണ്ടു പോകാൻ അവർക്ക് വളരെ ക്ലീനായ ചിറ്റ് കൊടുത്തിരിക്കുകയാണ് പണ്ഡിതന്മാർ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ സംസ്ഥാപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെയും വളരെ നഗ്നമായ രൂപത്തിൽ ലംഘിക്കുന്നതിന് ഈ വിഭാഗത്തിന് യാതൊരു മടിയുമില്ല. മുസ്ലിങ്ങൾക്ക് ഭരണമില്ലെങ്കിൽ, ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമില്ലെങ്കിൽ സക്കാത്തിന്റെ കൂട്ടായ സംഭരണവും വിതരണവും ആവശ്യമില്ല എന്ന് ഫത്വയിറക്കുകയാണ് പണ്ഡിതന്മാർ. ഞാൻ ചോദിക്കട്ടെ, ജുമുഅയും ജമാഅത്തും നടത്താൻ നമുക്ക് സംവിധാനങ്ങളില്ലേ? പള്ളികൾ നടത്തിക്കൊണ്ടുപോകാൻ ഇസ്ലാമിക ഭരണ സംവിധാനം നമുക്ക് ആവശ്യമുണ്ടോ? പള്ളിയിലെ മുഅദ്ദിനും പള്ളിയിലെ ഖതീബും പള്ളിയിലെ ഇമാമും ജീവനക്കാരാണെങ്കിൽ അവരെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ വേതനം നൽകാനും നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കാം. നോമ്പും പെരുന്നാളും പ്രഖ്യാപിക്കാൻ ഖാദിമാരുടെ സംവിധാനം നമുക്ക് സൃഷ്ടിക്കാം. വിവാഹം, വിവാഹമോചനം മുതലായ കാര്യങ്ങളുടെ കാർമ്മികത്വം പണ്ഡിതന്മാർക്കും അതേപോലെ തന്നെ മഹല്ലുകൾക്കും സംവിധാനമുണ്ടാക്കാം. ഇവിടെയൊന്നും ഒരു ഇസ്ലാമിക ഭരണം നിങ്ങൾക്ക് തടസ്സമില്ലെങ്കിൽ സക്കാത്തിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? വാസ്തവത്തിൽ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് സമുദായത്തിനകത്ത് ഫിത്നകൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 191 ആയത്ത്, വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. സമൂഹത്തിൽ ഫിത്നയും സമൂഹത്തിൽ ആഭ്യന്തര ശൈഥില്യവും സമൂഹത്തിൽ കുഴപ്പങ്ങളും ആശയക്കുഴപ്പവും ഉണ്ടാക്കലാണ് കൊലപാതകത്തേക്കാൾ കഠിനം. സൂറത്തുൽ ബഖറയിൽ 217 ആയത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു, വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ. ഇത്തരം ഫിത്നകൾ കൊലപാതകത്തേക്കാൾ ഗുരുതരമാണ്. ഒരു സമൂഹം നല്ല രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളുമായി അർഹരായ ആളുകൾക്ക് വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വർഷങ്ങളോളമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവക്കെതിരിൽ തീട്ടൂരങ്ങളും ഫത്വകളും ഇറക്കി അവയിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അറിയണം, അവരെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇസ്രാ മിഅ്റാജ് യാത്രയിൽ ഖുത്ബാഉൽ ഫിത്ന പ്രസംഗിച്ചു നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ദൃശ്യം ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തത്. തീർച്ചയായും നാം ഈ വിഷയം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇത് കേവലം ഒരു സക്കാത്തിന്റെ വിഷയമല്ല. ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്ന അസ്ഥിവാരങ്ങളെ ഇളക്കുവാനും ജനങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വികൃതമാക്കി അവതരിപ്പിക്കാനും നടത്തപ്പെടുന്ന ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം സംരംഭങ്ങൾക്കെതിരിൽ പ്രചണ്ഡമായ പ്രചാരണങ്ങളും അതേപോലെയുള്ള ഫിത്നകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. നാം അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കണം. അതിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണം. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം മുസ്ലിം സമൂഹത്തിൽ കുറ്റമറ്റ രൂപത്തിൽ നടപ്പിലാക്കിയത്? അതിന്റെ സൽഫലങ്ങൾ ഏതെല്ലാം രൂപത്തിൽ സമൂഹം അനുഭവിച്ചു എന്നിത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമായ രൂപത്തിൽ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തിയുടെ ജീവിതം, സമൂഹത്തിന്റെ ജീവിതം, രാജ്യത്തിന്റെ ഭരണ സംവിധാനം, ഒരു രാജ്യത്തിന്റെ പട്ടിണിയില്ലാത്ത നിലനിൽപ്പ്, ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വപൂർണമായ പുരോഗമനം, ഇതാണ് വാസ്തവത്തിൽ ഇസ്ലാം ലക്ഷ്യമാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞില്ലേ,
فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي أَطْعَمَهُم مِّن جُوعٍ وَآمَنَهُم مِّن خَوْفٍ. പട്ടിണിയില്ലാത്ത, പട്ടിണിയിൽ നിന്നും മുക്തി നൽകിയ, ഭയമില്ലാത്ത, എല്ലാതരം ആപച്ചങ്കകൾക്കും വിരാമമിടുന്ന അള്ളാഹുവിന്റെ ഇസ്ലാമിലേക്ക് നിങ്ങൾ വരികയെന്ന് മാത്രമല്ല, അവയുടെ എല്ലാം കേന്ദ്രമായ കഅബയുടെ നാഥനെ നിങ്ങൾ ഭയപ്പെടണം, അവന് ഇബാദത്ത് ചെയ്യണമെന്ന് ഖുർആൻ പറയുമ്പോൾ പട്ടിണിയില്ലാത്ത ഒരു സമൂഹം, ദാരിദ്ര്യമില്ലാത്ത ഒരു സമൂഹം, ആളുകളുടെ മുമ്പിൽ യാചകന്മാരെ സൃഷ്ടിക്കാത്ത ഒരു സമൂഹം, ഭയമില്ലാതെ, ആശങ്കയില്ലാതെ, ഉത്കണ്ഠയില്ലാതെ ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സമൂഹം, ഇതാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അതിന് സഹായകമായ ഒരു സംവിധാനമാണ് സക്കാത്ത്. സക്കാത്തിനെ സംബന്ധിച്ച് നാം ഇസ്ലാമിക പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിപ്രധാനമായ സ്ഥാനമാണ് ഖുർആൻ അതിന് നൽകിയത്. നിങ്ങൾ അറിയണം, നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെ കുറിച്ചും അടുത്തടുത്ത് ഖുർആൻ പരാമർശിച്ച ഇടങ്ങൾ 28 സ്ഥലമാണ്. ഖുർആനിലെ 28 സ്ഥലങ്ങളിൽ സലാത്തിനെയും സക്കാത്തിനെയും ഒന്നിച്ചാണ് പറഞ്ഞത്. നമസ്കാരത്തിന് നാം കൊടുക്കുന്ന അതേ പ്രാധാന്യം സക്കാത്തിനും കൊടുക്കണം. അതുകൊണ്ടാണ് സക്കാത്ത് നിഷേധികളായ ഒരു സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വഫാത്തിന് ശേഷം രാജ്യത്ത് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിസമ്മതം പോലും കണക്കിലെടുക്കാതെ കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫർഖ ബൈന സ്വലാത്തി വസ്സക്കാത്ത്. നമസ്കാരത്തിനും സക്കാത്തിനുമിടയിൽ വേർതിരിവും വ്യത്യാസവും ഉണ്ടാക്കുന്ന ആളുകളോട് തീർച്ചയായും ഞാൻ പടവെട്ടും യുദ്ധം ചെയ്യുമെന്ന് ഇസ്ലാമിലെ ഭരണാധികാരി പ്രഖ്യാപിക്കാൻ അതാണ് കാരണം. നമസ്കാരം പോലെ പ്രധാനമാണ് സക്കാത്ത് എന്നർത്ഥം. എന്താണ് സക്കാത്തിന്റെ ലക്ഷ്യം? നാം ഓരോരുത്തരെയും ശുദ്ധീകരിക്കണം, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കണം, നമ്മുടെ സംസ്കാരത്തിന്റെ സോപാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകണം. ഭൗതികമായും ആത്മീയമായും വിശുദ്ധി നേടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. ഖുർആന്റെ കൽപ്പനയാണ്. അവരുടെ സമ്പത്തിൽ നിന്നും താങ്കൾ സദഖയും സക്കാത്തും എടുക്കണം, തീർച്ചയായും വാങ്ങിയേ പറ്റൂ. എന്താ ലക്ഷ്യം? തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അതവരെ ശുദ്ധീകരിക്കും, അതവരെ സംസ്കരിക്കും, വ്യക്തികളെ സംസ്കരിക്കും, സമ്പത്ത് ശുദ്ധീകരിക്കും, സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത സാമൂഹിക സംവിധാനം നിലവിൽ വരും. പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഇടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ആരുടെയും ഹൃദയത്തിൽ കുശുമ്പോ പകയോ വിദ്വേഷമോ വിരോധമോ അസൂയയോ ഇല്ലാത്ത സന്തോഷകരമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഇതുമൂലം സമൂഹത്തിൽ ഉണ്ടാകും. ഇതാണ് ഇസ്ലാമിന്റെ പരമമായ ആഗ്രഹം. സക്കാത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായ രൂപത്തിൽ പ്രതിപാദിക്കുമ്പോൾ തന്നെ ആർക്കെല്ലാമാണത് കൊടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിരിക്കുകയാണ്. ആർക്കെല്ലാമാണ് കൊടുക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരുടെയും ഇജ്തിഹാദിന് വിട്ടിട്ടില്ല. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിനും അതിൽ കൈകടത്താൻ അധികാരമില്ല. ഒരു സംഘടനക്കോ പാർട്ടിക്കോ അതിൽ യാതൊരു തീരുമാനാവകാശവുമില്ല. വളരെ കൃത്യമായ രൂപത്തിൽ ആരാണ് സക്കാത്തിന് അർഹരായ 8 വിഭാഗങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ സക്കാത്തിന്റെ സംവിധാനം വളരെ പ്രശംസനീയമായ രൂപത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങൾ അറിയണം, ഒരു മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇയാൾക്ക് കടബാധ്യതയുണ്ടോ? കടബാധ്യതയുണ്ടോ? മക്കളും കുടുംബവും പറയും, കടമകൾ ഞങ്ങൾ വീട്ടിക്കൊള്ളാം റസൂലെ. റസൂൽ അത് നമസ്കരിക്കും. റസൂൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കും.
കടമുള്ള മയ്യത്തുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾക്ക് എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് ഒരു സഹാബിയുടെ ചോദ്യത്തിന് തിരുമേനി മറുപടി പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് തിരുത്തുന്നു, ഇല്ലദ്ദൈൻ, കടം ഇതിന് ബാധകമല്ല. കടമുള്ള ആളുകളുടെ രക്തസാക്ഷിത്വമോ ഷഹാദത്തോ പോലും അള്ളാഹു അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ തിരികെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഞാൻ പറഞ്ഞത്? അതേ റസൂലേ, താങ്കൾ പറഞ്ഞല്ലോ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും ഷഹാദത്ത് കൊണ്ട് എന്ന്. എന്നാൽ ഇപ്പോൾ ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇല്ലദ്ദൈൻ, കടത്തിന് ഇത് ബാധകമല്ല, കടം വീട്ടിയേ തീരൂ. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അങ്ങനെ ഇസ്ലാമിക സമൂഹം നിലവിൽ വന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായി നബി തിരുമേനി വന്നു. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ നടപ്പിലാക്കി. സക്കാത്തും സദഖയും ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിലേക്ക് ഒഴുകി വന്നു. ആ സന്ദർഭത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുമേനി പറയും, ഈ കിടക്കുന്ന മയ്യത്ത് വല്ല സാമ്പത്തികമായ ബാധ്യതയോ കടങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വഹിക്കും, ഇസ്ലാമിക ബൈത്തുൽ മാൽ വീട്ടിക്കൊള്ളും. അത് നിങ്ങൾ നോക്കേണ്ടതില്ല, അത് ഈ രാഷ്ട്രത്തിന്റെ കടമയാണ്. ഇസ്ലാമിക ബൈത്തുൽ മാൽ അത് വീട്ടിക്കൊള്ളും. ഈ മയ്യത്ത് വല്ല സമ്പത്തും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനന്തരാവകാശികൾക്ക് നീതിപൂർവം വിധിച്ചു കൊടുക്കണം. ഇതാണ് ഇസ്ലാം. എന്നുകൊണ്ട് ഈ സുസ്ഥിതി ഉണ്ടായി. ഈ സുസ്ഥിതി സംജാതമായത് ഇസ്ലാമിക സാമർശിക്ഷയോടും വ്യവസ്ഥയോടും കൂടി നടപ്പിലാക്കിയത് കൊണ്ട് മാത്രമാണ്. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഈ ഇസ്ലാമിന്റെ സൗന്ദര്യം ഈ പുതിയ കാലഘട്ടത്തിൽ വ്യവസ്ഥാപിതമായ രൂപത്തിൽ തൊഴിൽ കൊടുത്തും വീട് കൊടുത്തും കടങ്ങൾ വീട്ടിയും വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സഹായങ്ങൾ കൊടുത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുത്തും ഏതെല്ലാം രംഗത്ത് ഈ 8 വിഭാഗങ്ങൾക്ക് വീതിച്ചു കൊടുക്കാമോ അവയെല്ലാം വളരെ കൃത്യമായ കണക്കിന്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ധാരാളം വർഷങ്ങളായി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈത്തുൽ സക്കാത്ത് പോലെയുള്ള സംവിധാനങ്ങൾ ഇതര മത സമുദായങ്ങളുടെ പ്രശംസ പോലും പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവയൊന്നും ഇസ്ലാമികമല്ല എന്ന് പറയാൻ ഏതെങ്കിലും പണ്ഡിതന്മാർ തയ്യാറാവുകയാണെങ്കിൽ അറിയണം, അവർ ഇസ്ലാമിന്റെ ഭൂതകാല ചരിത്രത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തവരാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ച സമൂഹം യാചകന്മാരുടെ സമൂഹമല്ല. ഏതെങ്കിലും പണക്കാരുടെ പടിവാതിൽക്കൽ കൊല്ലത്തിൽ റമളാൻ മാസത്തിൽ ചെന്ന് യാചിക്കുന്ന ഒരു സമൂഹത്തെ അല്ല ഇസ്ലാം കാണുന്നത്. ഏതെങ്കിലും പണക്കാരന് ഇട്ടുകൊടുക്കുന്ന തുട്ടുകൾ രൂപയും കറൻസിയും ഔദാര്യത്തോടുകൂടി വാങ്ങി തിരിച്ചു പോകുന്ന ഏതെങ്കിലും പാവപ്പെട്ടവരോ പരിചാരകരോ പാവപ്പെട്ടവരോ ദരിദ്രരോ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലുമില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവർക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്കും അവരുടെ സമ്പത്തുക്കളിൽ അവകാശമുണ്ട് എന്ന് പറയുന്ന ആ അവകാശബോധമാണ് ഇസ്ലാം സൃഷ്ടിക്കുന്നത്, ഔദാര്യബോധമല്ല. നമ്മുടെ ധനമെന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ധനമല്ല, ഇത് അള്ളാഹുവിന്റെ ധനമാണ്. നാം അതിന്റെ കസ്റ്റോഡിയൻസ് മാത്രമാണ്. ബാങ്കിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ആ പണത്തിന്റെ ഉടമകളല്ല. ബാങ്ക് കസ്റ്റോഡിയൻ, കൈവശം വെക്കുന്നവർ മാത്രമാണ്. നാമാണ് ശരിക്ക് പണത്തിന്റെ ഉടമസ്ഥൻ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, ഏതൊരു ധനത്തിൽ നിങ്ങളെ പ്രതിനിധികളാക്കി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ, ഏതൊരു ധനത്തിന്റെ കൈവശാവക്കാരായി മാത്രം അല്ലാഹു നിങ്ങളെ കണക്കാക്കിയിട്ടുണ്ടോ ആ ധനത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. ഇതാണ് കൽപ്പന. നിങ്ങളുടെ പണം ചെലവഴിക്കണമെന്നല്ല, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പണം, സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കണം എന്ന കൽപ്പന. ഇതാണ് ഇസ്ലാമിക സമൂഹം. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന് റഹ്മത്ത് കിട്ടണമെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ സക്കാത്തിന്റെ സംവിധാനം വേണം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസികളായ സ്ത്രീകളും
പരസ്പരം ആത്മമിത്രങ്ങളാണ്. എന്താണ് അവർ ചെയ്യുന്ന കാര്യം? യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ സമൂഹത്തിൽ നന്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ആ നന്മകൾ കൽപ്പിക്കുകയും ചെയ്യും. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയായിരിക്കും അവർ. നല്ല നല്ല സംരംഭങ്ങളെ പിന്തുണക്കും, അവർക്ക് വേണ്ടി എല്ലാതരം സഹായങ്ങളും ചെയ്യും. അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും അഭിനന്ദിക്കും. യഅ്മുറൂന ബിൽ മഅറൂഫ്. രണ്ടാമത് വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾക്കെതിരിൽ നിലകൊള്ളും അവർ. സമൂഹത്തിൽ നിന്നും തിന്മയെ വിഭാടനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ആത്മാർത്ഥമായ പങ്കാളിത്തം അവർ വഹിക്കും. സമ്പത്തുക്കൾ കൊള്ളയടിക്കുന്ന, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന എല്ലാതരം സംവിധാനങ്ങളെയും എതിർത്തുകൊണ്ട് നന്മയുടെ സംസ്ഥാപനത്തിനും തിന്മയുടെ നിഷ്കാസനത്തിനും വേണ്ടി അവർ പരിശ്രമിക്കും. വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തും. അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ അവർ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല. വയുതൂന സകാത്ത, അവർ സക്കാത്ത് നൽകും. ജനങ്ങളുമായുള്ള ബന്ധത്തിലും അവർ വീഴ്ച വരുത്തുകയില്ല. ഒരേ സമയം അള്ളാഹുവിനോടും അതേ സമയത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ വളരെ കൃത്യമായ രൂപത്തിൽ അവർ നിറവേറ്റും. നോക്കൂ നിങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ സക്കാത്തിന്റെ വിഷയത്തിലാവട്ടെ, സാമൂഹിക ക്ഷേമ സംരംഭങ്ങളിലാവട്ടെ, ധർമ്മത്തിന്റെ സംസ്ഥാപനങ്ങളിലാവട്ടെ, ചെറുതും വലുതുമായ കാര്യങ്ങളിലാവട്ടെ, അള്ളാഹുവിനെയും റസൂലിനെയും അവർ അനുസരിക്കും. എന്തെല്ലാമാണ് കാര്യങ്ങൾ? നന്മയുടെ സംസ്ഥാപനം, തിന്മയുടെ നിഷ്കാസനം, നമസ്കാരത്തിന്റെ സ്ഥാപനം, സക്കാത്ത് കൊടുക്കൽ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കൽ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഉലൈക സയർഹമുഹുമുല്ലാഹ്, ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിക്കും. അവന്റെ റഹ്മത്ത് അവരിൽ പെയ്തിറങ്ങും. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു യുക്തിജ്ഞനാണ്, അല്ലാഹു പ്രതാപശാലിയാണ്. ഇത്രയും കൃത്യമായ രൂപത്തിൽ നാം ഇത് പറയുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവരെ നീ കണ്ടില്ലേ? ആരാ ദീനിനെ കളവാക്കുന്നവർ? ഇന്ന് സാമൂഹികമായ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത്, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പേണ്ടത്, വിധവകളും അനാഥകളും സാധുക്കളുമായ ആളുകളെ സംരക്ഷിക്കേണ്ടത്, അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ടത്, ഇവയെല്ലാം ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് നാം ചാർത്തിക്കൊടുത്ത് മുസ്ലിങ്ങൾ പള്ളിയിലും പള്ളിക്കൂടങ്ങളിലും ദിക്റും ജവുമായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഇസ്ലാം വിഭാവനം ചെയ്തിട്ടില്ല. എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ? ആരാണ് ദീനിനെ കളവാക്കുന്നവൻ? ദീനിനെ കളവാക്കുന്നവൻ അനാഥനായ വ്യക്തിയെ തള്ളിക്കളയുന്നവനാകുന്നു അവൻ. അനാഥയെ തള്ളിക്കളയും. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് വന്ന് പറയുകയാണ്, റസൂലേ, എന്റെ ഹൃദയം കഠിനമാണ്, ഒരു ദയയോ അലിവോ ആർദ്രതയോ മനസ്സിലില്ല. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അയാൾ ചോദിക്കുക, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്റെ ഹൃദയം ഒന്ന് ലീനമാവാൻ, ഒന്ന് മൃദുലമാവാൻ, സൗമ്യമാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഇംസഹ് റഅ്സൽ യതീം, അനാഥനായ കുഞ്ഞിന്റെ ശിരസ് തടവുക. തകുൻ അൽജനന്നാസ് വയലീനു ഖൽബുക്, നിന്റെ ഹൃദയം ആർദ്രമാവും, ജനങ്ങളിൽ ഏറ്റവും കനിവുള്ളവൻ നീയായി തീരും. വതകുൻ മുസ്തജാബദ് ദഅവ, അതുമൂലം നിന്റെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തും. എങ്ങനെ? ഹൃദയം തരളിതമാകും, മൃദുലമാകുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ വഴിയാണ് യതീമുകളെ സംരക്ഷിക്കൽ. അനവ കാഫിലുൽ യതീമി ഹാകദ. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ ഇത്രയും അനാഥശാലികൾ, ദാറുൽ ഐതാം ഉണ്ടായത്? 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു പ്രതിഭാസം, പ്ലേഗ് മൂലം, കോളറ മൂലം, നടപ്പുദീനം മൂലം കഷ്ടപ്പെട്ട ആയിരക്കണക്കായ കുഞ്ഞുങ്ങൾ അനാഥരായപ്പോൾ
വടക്കേ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും വന്ന മുസ്ലിം ധനികന്മാർ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ധാരാളക്കണക്കിൽ യതീംഖാനകൾ ഉണ്ടാക്കി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ സ്ഥാപനങ്ങൾ ഒരുപാട് പൗരന്മാരെ, അതെല്ലാം ആ അനാഥാലയങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയ അനുഭവങ്ങളാണ്. ഇന്നും നമ്മുടെ കൊച്ചു പ്രദേശങ്ങളിൽ, പട്ടണങ്ങളിൽ ദാറുൽ ഐത്താം എന്ന് പറയുന്ന അനാഥശാലകൾ മുസ്ലിം സമൂഹം തങ്ങളുടെ സ്വന്തം കാശ് മുടക്കിക്കൊണ്ട് ഇത്രയും വ്യവസ്ഥാപിതമായ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക മാത്രമല്ല, വടക്കേ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് പോലും പാവങ്ങളായ കുട്ടികൾ കേരളത്തിലെ അനാഥാലയങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ അവയുടെ എല്ലാം നന്മ ഇസ്ലാമിന്റെ നന്മയാണ്. ഇസ്ലാം അത് പഠിപ്പിച്ചു. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തള്ളവിരലും ചൂണ്ടുവിരലും ഈ രൂപത്തിൽ ചേർത്ത് പിടിച്ചു. സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ ഏറ്റവും നല്ല വീട് എന്ന് പറഞ്ഞാൽ അനാഥ മക്കളെ സംരക്ഷിക്കുന്ന വീടാണ്. സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ ഏറ്റവും മോശമായ ഭവനം എന്ന് പറഞ്ഞാൽ അനാഥകളോട് മോശമായി പെരുമാറുന്ന വീടുകളാണ്. ഇങ്ങനെ അനാഥകൾക്ക് സ്ഥാനം കൊടുത്ത ഇസ്ലാം, ദീനിനെ കളവാക്കുന്നവരാരാണ്? സാധുക്കളായ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകൾ. വീട്ടിൽ പലരും വരും, പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം വെച്ചുകൊണ്ടുവരും. അവരോട് ആർദ്രമായ രൂപത്തിൽ പെരുമാറണം. കയ്യിലില്ലെങ്കിൽ നിങ്ങൾ നല്ല വാക്കുകൾ പറയണം. ഫഖുല്ലഹും ഖൗലൻ മൈസൂറ, അവർക്ക് ആശ്വാസം നൽകുന്ന വാക്കുകളാവണം നിങ്ങൾ പറയേണ്ടത്. ആശ്വാസത്തിന്റെ വാക്ക്, നോക്ക്, താങ്ങ്, ഇവയെല്ലാമാണ് സമൂഹത്തിൽ ഇന്ന് ആവശ്യമായിട്ടുള്ളത്. അവയെല്ലാം ഉദാരമായി കൊടുക്കുന്ന ഒരു മനസ്സായിരിക്കണം സത്യവിശ്വാസികൾക്ക് വേണ്ടത്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ പ്രോത്സാഹനം കൊടുക്കില്ല. അങ്ങനെയുള്ള ആളുകളാണ് വാസ്തവത്തിൽ ദീനിനെ കളവാക്കുന്നവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ദീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹമാണ്. അനാഥകളോടും വിധവകളോടും പാവങ്ങളോടും പതിതരോടും സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്ന ഒരു മനസ്സുള്ളവന് മാത്രമേ യഥാർത്ഥത്തിൽ വിശ്വാസിയാവുകയുള്ളൂ എന്ന് ഖുർആൻ അടിവരയിട്ട് പറയുന്നുണ്ട്. നാളെ നരകത്തിലുണ്ടാകുന്ന ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആൻ പറയുന്നു. നരകത്തിലുണ്ടാകുന്ന ഒരു സംഭാഷണം പരസ്പരം ചോദിക്കുകയാണ്, മാ സലക്കക്കും ഫീ സഖർ, ഈ നരകാഗ്നിയിൽ നിങ്ങൾ വരാൻ എന്താണ് കാരണം? ഈ നരകാഗ്നിയിൽ നിങ്ങൾ വരാൻ എന്താണ് കാരണം? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. മൂന്ന് കുറ്റങ്ങളാണ് ചെയ്തത്. ഒന്ന്, ലം നകു മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളൊരു ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായില്ല. അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വീഴ്ച വന്നു. ഒന്ന്. വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കളായ ആളുകൾക്ക് ആഹാരം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ നടത്തിയില്ല. ഞങ്ങൾ സാധുക്കൾക്ക് ആഹാരം കൊടുത്തില്ല. ജനങ്ങളുമായുള്ള ബന്ധത്തിലും വീഴ്ച വന്നു. എങ്ങനെ? അള്ളാഹുമായുള്ള ബന്ധം, നമസ്കാരം, അതിൽ വീഴ്ച വന്നു. സാധുക്കളോടുള്ള ബാധ്യത, അതിലും വീഴ്ച വന്നു. ഞങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു, ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ. കണ്ടവരുടെ പിറകെ സിന്ദാബാദ് വിളിച്ചും കണ്ടവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റുപറഞ്ഞു. എല്ലാതരം അനിസ്ലാമിക ചിന്തയുടെയും പിറകെ അശ്രദ്ധരും അലസരും ഉദാസീനരും ദൈവനിഷേധികളും ധിക്കാരികളും യുക്തിവാദികളും ലിബറലുകളുമായി കഴിയുന്ന സമൂഹത്തോടൊപ്പം ജീവിക്കായിരുന്നു ഞങ്ങൾ. എങ്ങനെ? മൂന്ന് കുറ്റങ്ങൾ. നമസ്കാരത്തിൽ വീഴ്ച വരുത്തി, സാധുക്കളെ ഊട്ടുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തി, ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്ന വിഷയത്തിലും ഞങ്ങൾ വീഴ്ച വരുത്തി എന്ന് മാത്രമല്ല, ഇസ്ലാമിനെതിരിൽ കൊണ്ടു.
നിരീശ്വര പ്രസ്ഥാനങ്ങൾ, യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, ഉദാരവാദ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ തുടങ്ങി ഏതെല്ലാം അരാജകത്വവാദികളുണ്ടോ അവരോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ മടി കാണിച്ചില്ല. അതാണ് ഞങ്ങൾ ഈ നരകത്തിൽ വരാൻ കാരണം എന്നവർ പറയാം. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് വേണ്ടതില്ലേ? സക്കാത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്നത്, ഇത് കേവലം ഒരു സക്കാത്ത് കൊടുക്കുന്ന വ്യവസ്ഥയല്ല. പണക്കാരൻ അവന്റെ ഉദാര മനസ്സ് വെച്ചുകൊണ്ട് കൊടുക്കേണ്ട, ഒറ്റക്കൊറ്റയ്ക്ക് കൊടുത്ത് വീട്ടുള്ള കാര്യമല്ല ഇത്. വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനത്തിന് കീഴിൽ പാവപ്പെട്ടവരെയും ദരിദ്രരെയും കൃത്യമായ കണക്കെടുത്ത് ഒരു മഹല്ല് സർവേ നടത്തി ആവശ്യക്കാരാരാണ്, തൊഴിലില്ലാത്തവൻ ആരാണ്, കടബാധിതൻ ആരാണ്, രോഗി ആരാണ്, വളരെ കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇസ്ലാമിക സമൂഹം നബിയുടെ കാലഘട്ടത്തിൽ ഏത് രൂപത്തിലാണോ ചെയ്തത് ആ രൂപത്തിലെ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ നമ്മുടെ മഹല്ലുകൾക്ക് സാധിക്കില്ലേ? നമ്മുടെ സംഘടനകൾക്ക് സാധിക്കില്ലേ? യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൂടെ? ഈ കാലഘട്ടത്തിൽ ICIT സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, AI സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രശംസനീയമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ? നമ്മുടെ സമുദായത്തിന്റെ മുഖച്ഛായ മാറ്റിക്കൂടെ? ചിന്തിക്കണം. മഹല്ല് ഭാരവാഹികൾ ചിന്തിക്കണം, യുവജനങ്ങൾ ചിന്തിക്കണം. സമൂഹത്തിന്റെ ക്ഷേമത്തിൽ തൽപരരായ എല്ലാ ശക്തികളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഈ കാര്യം ചിന്തിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. ചുറ്റും ഇസ്ലാമോഫോബിയ അതിന്റെ പണം വിടർത്തിക്കൊണ്ട് വിഷം തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ നന്മകൾ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സക്കാത്ത് സംവിധാനം മനോഹരമായ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് സാധിക്കും. നോക്കൂ, ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ, നമസ്കാരം പറഞ്ഞപ്പോഴെല്ലാം സക്കാത്തിനെ പറ്റിയും പറഞ്ഞു. ആ സക്കാത്ത് മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്ന അതേ ചിട്ടയോടുകൂടി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. സക്കാത്തിനും നമസ്കാരത്തിനുമിടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് സമൂഹത്തിൽ ശിരസ്സുയർത്തി പറയാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും. അങ്ങനെയുള്ള സമൂഹത്തിന് മാത്രമേ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയുള്ളൂ. വറഹ്മതീ വസിഅത് കുല്ല ഷൈഇൻ, വറഹ്മതീ വസിഅത് കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലേക്കും ഒഴുകിപ്പരക്കുന്നതാണ്. അല്ലാഹു പറയാ, ഫസഅക്തുബുഹാ, ഞാനിത് കൃത്യമായ രൂപത്തിൽ രേഖപ്പെടുത്തി കൊടുക്കും. ആർക്ക്? ലില്ലദീന യത്തഖൂൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, തഖ്വയുള്ളവർക്ക്. എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ അൻ യുദ്കറ വലാ യുൻസ, അൻ യുസ്കറ വലാ യുക്ഫർ, അൻ യുതാഅ വലാ യുഅസ. മൂന്ന് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ പഠിച്ച അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തഖ്വക്ക് നൽകുന്ന നിർവചനമാണിത്. ഒന്ന്, അല്ലാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, ദിക്ർ. രണ്ട്, അല്ലാഹുവിനോട് നന്ദി കാണിക്കുക, നന്ദികേട് കാട്ടാതിരിക്കുക, ശുക്ർ. മൂന്ന്, അല്ലാഹുവിനെ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക. ദിക്റും ശുക്റും താഅത്തും അടങ്ങിയ പദമാണ് തഖ്വ. ദിക്റും ശുക്റും താഅത്തും അടങ്ങിയ പദം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഉബയ്യെ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? ഉബയ്യ് പറയാ, അല്ലയോ ഉമറേ, കല്ലും മുള്ളും കുപ്പിക്കഷ്ണങ്ങളും എല്ലാമുള്ള വഴിയിൽ കൂടി, ഒരിടവഴിയിൽ കൂടി നിങ്ങൾക്ക് കാലിൽ ചെരുപ്പില്ലാതെ നഗ്നപാതനായി നടക്കേണ്ടി വന്നു എന്ന് വെക്കുക. ഓരോ ചുവടുവെപ്പും കരുതലോടുകൂടിയല്ലേ നിങ്ങൾ വെക്കുക. ചെരുപ്പില്ലാത്ത കാലിൽ കുപ്പിക്കഷ്ണങ്ങൾ തറച്ചു കയറരുത്, മുള്ളു തറയ്ക്കരുത്, പരിക്ക് പറ്റരുത്, തനിക്ക് വേദനിക്കരുത് എന്നെല്ലാം കരുതിക്കൊണ്ട് ഓരോ ചുവടും വളരെ കരുതലോട് കൂടിയാണ് നമ്മൾ വെക്കുക. ഉമർ പറയാണ്, ഉബയ്യെ, അത് തന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. പാപവും അധർമ്മവും കുഫറും ശിർക്കും എല്ലാം നിറഞ്ഞ ജാഹിലിയ്യത്തിന്റെ കാലഘട്ടത്തിൽ അവയുടെയൊന്നും മാലിന്യം ശരീരത്തിലോ മനസ്സിലോ പുരളാതെ കണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുന്ന ജാഗ്രതയും കരുതലും അതാകുന്നു തഖ്വ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞപ്പോൾ ഉമർ പറയുന്നു, അതാണ് തഖ്വ.
അപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ആർക്കാണുള്ളത്? ലില്ലദീന യത്തഖൂൻ, ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക്. വയൂതൂന സക്കാത്ത, സക്കാത്ത് നൽകുകയും ചെയ്യുന്ന ആളുകൾ. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവർക്കാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവന്റെ കാരുണ്യം അളവില്ലാത്ത രൂപത്തിൽ നൽകുക. സക്കാത്ത് കൊടുത്താൽ നമ്മുടെ ധനം ശുദ്ധീകരിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അദ്ദാ സക്കാത്ത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറ. ഒരാൾ അയാളുടെ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുത്താൽ ആ സമ്പത്തിന്റെ എല്ലാ ദൂഷ്യവും അതോടുകൂടി പോകും. മറ്റൊരിക്കൽ തിരുമേനി പറഞ്ഞു, ഹസ്സിനു അംവാലക്കും ബിസ്സക്കാത്ത്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും സ്വത്തുമൊക്കെ സക്കാത്ത് കൊണ്ട് നിങ്ങൾ പരിശുദ്ധിയാക്കണം. വദാവു മർലാക്കും ബിസ്സദഖ, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണ്. രോഗികളെ ചികിത്സിക്കേണ്ടത് സദഖ കൊണ്ടാണ്. സദഖ നൽകിയിട്ട് ആ സദഖയെ വസീലയാക്കി അല്ലാഹുവോട് പ്രാർത്ഥിക്കൂ. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുൽ റാസിഖീൻ, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു പകരം തരും. നമ്മൾ കരുതും സദഖയും സക്കാത്തും കൊടുത്താൽ അതോടുകൂടി പണം കുറഞ്ഞു പോകുമെന്ന് ഭയം ഉണ്ടാവും ആൾക്കാർക്ക്. അങ്ങനെ ഭയപ്പെടേണ്ട. നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം അല്ലാഹു തരും. ഇങ്ങനെ സദഖയുടെയും സക്കാത്തിന്റെയും സൽഫലങ്ങൾ ധാരാളം. വിശദമായ പഠനം നമുക്ക് ആവശ്യമാണ്. അല്ലാഹു അനുഗ്രഹിച്ചാൽ സക്കാത്ത് നിഷേധികൾ, സക്കാത്ത് കൊടുക്കാത്തവർ, സക്കാത്തിനെ സംബന്ധിച്ച് അശ്രദ്ധമായി ജീവിക്കുന്നവർ, കൊല്ലം കൂടിയിട്ടും സക്കാത്ത് കൊടുക്കാത്ത കച്ചവടക്കാർ, ആഭരണത്തിന് സക്കാത്ത് കൊടുക്കാത്തവർ, കൃഷിക്ക് സക്കാത്ത് കൊടുക്കാത്തവർ, ഉൽപ്പന്നങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാത്തവർ, ഇവർക്കെല്ലാമുള്ള ഇസ്ലാമിക വിധി എന്താണ് എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ നാം അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത ഖുതുബകളിൽ നമുക്കത് വിശദീകരിക്കാം. أقول قولي هذا وأستغفر الله لي ولكم وللمؤمنين فاستغفروه إنه هو الغفور الرحيم.